കേണൽ കോൺഗ്രസ് പ്രകടിപ്പിക്കുന്ന ആശങ്ക അഡ്വക്കേറ്റ് സേനാപതി വേണു പറഞ്ഞു. ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ നോക്കൂ, പഞ്ചശീല തത്വങ്ങൾ അതിൻ്റെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് അതൊക്കെ ലംഘിച്ച ഒരു ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ചൈനയെ എത്രത്തോളം വിശ്വസിക്കും എന്ന കാര്യത്തിൽ സംശയം അവശേഷിക്കുന്നു. അതിന് പ്രധാനമന്ത്രി മറുപടി പറയണം എന്നാണ് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് എക്സിൽ കുറിച്ച പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടത്. നോക്കൂ, ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. അത് ഭാരതത്തെ പരിഹസിക്കുന്നത് പോലുള്ള പ്രസ്താവനയാണ്. അതായത് ഭാരതവുമായി ഞങ്ങളല്ല കച്ചവടം നടത്തുന്നത്, അമേരിക്കയുമായിട്ട് ഭാരതമാണ് കച്ചവടം നടത്തുന്നത്. മാത്രമല്ല, നേരത്തെ തന്നെ വലിയ നികുതി ഭാരതം ഈടാക്കിയിരുന്നു. ആ ഒരു കച്ചവട ബന്ധത്തിൽ, വ്യാപാര വാണിജ്യ ബന്ധത്തിൽ വലിയ നികുതി ചുമത്തിയിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ ട്രംപിൻ്റെ പ്രസ്താവനയായി പുറത്തു വന്നിരിക്കുന്നത്. അസ്വസ്ഥനായ ഡൊണാൾഡ് ട്രംപ് അധര വ്യായാമം തുടരുകയാണ്. കേണൽ ഡിനി, നോക്കൂ ശ്രീ അനിൽ, ചരിത്രത്തിനെ കുറിച്ച് ശ്രീ സേനാപതി വേണു പറഞ്ഞു. അതായത് ചരിത്രത്തിൽ ധാരാളം കാര്യങ്ങളുണ്ട് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഇഷ്യൂസിൽ. അത് തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഇതിപ്പം ആദ്യമായിട്ടുള്ള ഒരു കാര്യമല്ല ഇപ്പം കോൺഗ്രസ് പറയുന്നത്. ഇത് നമ്മുടെ തന്നെ സംസ്കാരത്തില് കൗട്ടല്യ അല്ലെങ്കിൽ ചാണക്യ എന്ന് പറഞ്ഞ അർത്ഥശാസ്ത്രത്തിൽ ആദ്യം പറഞ്ഞൊരു കാര്യം, നമ്മുടെ രാജ്യം, ആ രാജ്യത്തിന്റെ തൊട്ട് അയൽവാസി രാജ്യങ്ങളെല്ലാം തന്നെ അരി എന്ന്, അതായത് ശത്രു രാജ്യങ്ങളായിരിക്കും. അവരുടെ ആ രാജ്യങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള രാജ്യങ്ങൾ നമ്മുടെ മിത്രങ്ങളായിരിക്കും. അതാണ് അരി മിത്ര ഇങ്ങനത്തുള്ള സീരീസ് ആയിട്ട് പോകും. രാജമണ്ഡല എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ചാണക്യൻ 3000-3500 വർഷം മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതേ കാര്യം തന്നെയാണ് ഇപ്പോഴും നമ്മൾ. അപ്പൊ ഈ ഞാൻ പറഞ്ഞു തന്നത്, ആ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ഭരിക്കുന്ന ആളുകൾക്ക് കറക്റ്റായിട്ട് അറിയാം ആരെയാണ് എത്രയാണ് വിശ്വസിക്കേണ്ടുള്ളത്, എത്രയാണ് വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇന്ത്യയും ചൈനയും തമ്മിൽ ഇന്നിപ്പം ഇങ്ങനെ ഒരു സംവാദത്തിലേക്ക് പോകുമ്പം, അല്ലെങ്കിൽ ഒരു ഡിസ്കഷനിലേക്ക് പോകുന്ന ഏത് രീതിയിലാണ് നമ്മൾ പോകുന്നത്? ശ്രീ സേനാപതി വേണു പറഞ്ഞത് 1950 അടുപ്പിച്ച് നമ്മൾ ഈ പഞ്ചശീലക സൈൻ ചെയ്ത് നേരെ പോയി ചാടിക്കൊടുത്തത് 62-ലാണ്. ഇവിടെ നമ്മൾ നല്ല രീതിയിലുള്ള റിലേഷൻ വേണമെന്ന് പറഞ്ഞ് ഗൽവാൻ പോലുള്ള കാര്യം നടന്നപ്പം നമുക്ക് നമ്മുടെ 20 സൈനികർ വീരമൃത്യു ആയപ്പം ചൈനയുടെ ഏകദേശം 55ഓളം അവരുടെ ജവാന്മാര്, ഓഫീസേഴ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാഷ്വാലിറ്റീസ് ഉണ്ടായെന്ന് പറഞ്ഞത് അമേരിക്കക്കാരാണ്. അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസീസ് ആണ് പുറത്ത്. അപ്പൊ നമ്മൾ ഒരു പൊസിഷൻ ഓഫ് സ്ട്രെങ്തിൽ നിന്നാണ് നമ്മളിപ്പം ചൈനയെ പോയി കാണുന്നത്, അതല്ലാതെ പൊസിഷൻ ഓഫ് വീക്ക്നെസ്സിലല്ല. ചൈനയ്ക്ക് നമ്മുടെ ആവശ്യം ഇന്നുണ്ട്. നമുക്കും ചൈനയുടെ ആവശ്യമുണ്ട്, ചൈനയ്ക്കും നമ്മുടെ ആവശ്യമുണ്ട്. ചൈനയ്ക്ക് ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ US-ഉമായിട്ട് അവരുടെ ടാരിഫ് ഇഷ്യൂ നടക്കുന്നുണ്ട്. 30% ടാരിഫ് ഡൊണാൾഡ് ട്രംപ് ചൈനയുടെ അഗേൻസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ പോലുള്ള ഒരു വലിയൊരു മാർക്കറ്റ് അത് ചൈനയ്ക്ക് ആവശ്യമാണ്. ഇന്ത്യയെ പോലുള്ള വലിയൊരു സൈനിക ശക്തിയുമായിട്ട് നേരിട്ട് ഒരു യുദ്ധത്തിലേക്ക് പോകാനുള്ള താല്പര്യമോ അതിന്റെ കഴിവോ അതിന്റെ ഇപ്പോഴത്തെ സമയം അല്ലാന്ന് ചൈനയ്ക്ക് നന്നായിട്ട് അറിയാം. അവര് നമ്മളെ ഒരു രാജ്യവും ശ്രീ അനിൽ മറ്റു രാജ്യം വികസിപ്പിക്കുമ്പോൾ സന്തോഷമുള്ള ഒരു രാജ്യവും ഇല്ല, ഈ ലോകത്തെങ്ങും ഇല്ല. നമുക്ക് നമ്മുടെ താല്പര്യങ്ങൾ മാത്രമേ സംരക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ശ്രീ സേനാപതി പറഞ്ഞ പോലെ, അതായത് പഴയ സുഹൃത്തുക്കൾ, പഴയ ശത്രുക്കൾ എന്നൊന്നുമില്ല. ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ, ഇപ്പോഴത്തെ നമ്മളെ താല്പര്യങ്ങൾ അതെന്താണോ ആ രീതിയിൽ മാത്രമേ ഒരു രാജ്യം അല്ലെങ്കിൽ നമ്മളെ രാജ്യം മുന്നോട്ട് പോകും. നമ്മളെ താല്പര്യം എന്താണ്? ഇപ്പൊ നോക്കൂ, റഷ്യയിൽ നിന്ന് അങ്ങ് പറഞ്ഞു നമ്മൾ റഷ്യയായിട്ട് അകന്നു പോയത്. എങ്ങനെയാണ് നമ്മൾ അകന്നു പോയത്? ഒരിക്കലും നമ്മൾ അകന്നു പോയിട്ടില്ല. ഇപ്പൊ നോക്കൂ, ഇപ്പം നമ്മൾ ഈ ഓയിലിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ എന്തുമാത്രം പ്രഷർ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. ഈ ഓയിലിന്റെ കാര്യം വിടൂ, ഒരു S-400 എന്ന് പറഞ്ഞ് നമ്മളിപ്പം സുദർശൻ ചക്ര ആ ഒരു ഇപ്പൊ ഓപ്പറേഷൻ സിന്ദൂറിൽ വന്നിരുന്നു. ഈ S-400 എവിടെ നിന്നാണ് വന്നത്? അത് റഷ്യയിൽ നിന്നാണ് വന്നത്. S-400 വാങ്ങിച്ച സമയത്ത് അമേരിക്ക എന്താണ് പറഞ്ഞത്? നിങ്ങൾ S-400 വാങ്ങിക്കരുത്, ഞങ്ങൾ നിങ്ങൾക്ക് സാങ്ഷൻസ് ചെയ്യും എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ കേട്ടോ? ഇല്ലല്ലോ. നമ്മൾ S-400 വാങ്ങിച്ചു. 1 അല്ല 4-5 റെജിമെന്റ്സ് ആണ് വരുന്നത്. അപ്പം എക്കാലത്തും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം സ്ട്രോങ് ആയിരുന്നു. അതിനകത്ത് ഒരു രീതിയിലുള്ള ഒരു തടസ്സമോ അങ്ങനെയൊന്നും ഒരിക്കലും നടന്നിട്ടില്ല. ഇനി നമ്മൾ ഡൊണാൾഡ് ട്രംപിനെ മൈ ഫ്രണ്ട് എന്ന് വിളിച്ചത് ഞാൻ ഇന്നലെ വേറൊരു സ്ഥലത്ത് പറഞ്ഞതാണ്. ഡെഫിനറ്റ്ലി പ്രൈം മിനിസ്റ്റർ മോദി ഡൊണാൾഡ് ട്രംപിനെ മൈ ഫ്രണ്ട് എന്ന് വിളിച്ചു. എന്തിനു വേണ്ടിയാണ് വിളിച്ചത്? അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ബന്ധുക്കൾക്ക് അവിടെ വിസ വേണോ? അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ബന്ധുക്കൾക്ക് അവിടെ പോയി എന്തെങ്കിലും ബിസിനസ് തുടങ്ങണോ? അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇനി റിട്ടയർമെന്റ് കഴിഞ്ഞ് US-ൽ പോയി കഴിയണോ? അതൊന്നുമല്ല. നമ്മുടെ ഇവിടുത്തെ സാധാരണക്കാർ US-ലേക്ക് പോകുമ്പോൾ, ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന പോലത്തെ സാധാരണക്കാർ ആളുകൾ US-ലേക്ക് പോകുമ്പോൾ US-ൽ നമ്മളെ നല്ല രീതിയിൽ കൺസിഡർ ചെയ്യണം. നമ്മളെ വിസ കിട്ടണം. നമുക്ക് ഇവിടുത്തെ ആളുകൾ പോകുമ്പോൾ അവിടെ തൊഴിൽ കിട്ടണം. അവിടുത്തെ കാര്യങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ നമ്മളെ ബിസിനസ് വർദ്ധിക്കണം. അതിനുവേണ്ടിയാണ് അദ്ദേഹം മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞത്. ഇപ്പം അതേ മൈ ഫ്രണ്ട് പറഞ്ഞ ശ്രീ നരേന്ദ്രമോദി, ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു എനിക്ക് നോബൽ പ്രൈസ് തരൂ,
അപ്പൊ എന്താണ് അദ്ദേഹം പറയാതെ പറഞ്ഞത് മൈ ഫുട്ട് എന്നാണ്. അതായത് നിങ്ങൾ പോയി പണി നോക്കൂ, നിങ്ങൾക്ക് നൊബേൽ പ്രൈസിന്റെ ഒരു കാര്യമില്ല എന്നും പറഞ്ഞു. അപ്പൊ ഈ രണ്ട് കാര്യം ചെയ്തത് രാഷ്ട്ര താല്പര്യത്തിന് വേണ്ടിയാണ്, അല്ലാതെ പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യത്തിനോ ഒന്നുമല്ല. ഇനി അവിടെ പോയി ഇലക്ഷന് നിന്നാൽ തന്നെ അന്നത്തെ കാലത്ത് അന്ന് ഡൊണാൾഡ് ട്രംപിന് ഒരു വലിയൊരു സ്വീകാര്യത അമേരിക്കയിൽ ഉണ്ടായത്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ജയിച്ചു വന്നത്. വീണ്ടും അദ്ദേഹം ജയിക്കാന്നൊക്കെ ഉള്ള രീതിയിലേക്ക് ലാസ്റ്റ് നമ്മൾ കണ്ടല്ലോ എങ്ങനെയൊക്കെയാണ് നടന്നതെന്ന്. അപ്പൊ ഡൊണാൾഡ് ട്രംപ് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കുറച്ചും കൂടെ സ്ട്രോങ് ആവും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ഡൊണാൾഡ് ട്രംപ് ഇന്ന് ഇന്ത്യയുടെ മാത്രമല്ല പ്രോബ്ലം, അമേരിക്കയുടെ ഉള്ളിൽ തന്നെയാണ് ഏറ്റവും വലിയ പ്രോബ്ലം. അതുകൊണ്ടാണല്ലോ അവിടുത്തെ കോടതി വരെ പറഞ്ഞേക്കുന്നത് ഈ ടാരിഫ് ശരിയല്ല, ഈ ടാരിഫ് ശരിയല്ല എന്നുള്ള കോടതി വിധി വന്നിട്ടുണ്ട്. അതിന് ഇനി സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ്. അപ്പം നല്ല ഒരു ശതമാനം അമേരിക്കക്കാർ പോലും ഡൊണാൾഡ് ട്രംപിന്റെ എതിരായിട്ട് നിൽക്കുന്നുണ്ട്. ലോക രാജ്യങ്ങളിൽ അത് സൗത്ത് കൊറിയ ഏറ്റവും വലിയ ഒരു പാർട്ട്ണറാണ് അമേരിക്കയുടെ, അവരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്ക് ഇതുവരെ അപ്പോയിന്റ്മെന്റ് പോലും കൊടുത്തിട്ടില്ല ഡൊണാൾഡ് ട്രംപ്. റഷ്യയുടെ കാര്യം നമ്മൾ പണ്ടേ അറിയാം. യൂറോപ്യൻ യൂണിയൻ നമ്മൾ കണ്ടല്ലോ, ശ്രീ സേനാപതി വേണു, ഡൊണാൾഡ് ട്രംപ് ഒരു ടേബിളിൽ ഇരിക്കുകയായിരുന്നു. ഈ യൂറോപ്യൻ യൂണിയന്റെ നേതാക്കന്മാർ, ഫ്രാൻസ്, ജർമ്മനി ഒട്ടുള്ള എല്ലാ നേതാക്കന്മാരെ ഇങ്ങനെ ഫ്രണ്ടിൽ ഇരുത്തിയിട്ടുണ്ട്. അതായത് ആ ഒരു സമയത്ത് ഇവിടെ ഇരുത്തിയിട്ട് അദ്ദേഹം ചർച്ച ചെയ്യാണ്. നമ്മൾ എപ്പോഴെങ്കിലും ഇതുപോലത്തെ വിഷ്വൽസ് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു രാഷ്ട്ര തലവൻ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഇരിക്കുക, മറ്റുള്ള രാജ്യത്തെ തലവന്മാരെല്ലാം അവിടെ ഫ്രണ്ടിൽ ഇരുന്നിട്ട്, ഇറ്റലിയിലെ ഒക്കെ ആളുകൾ അവിടെ ഇരിക്കുകയാണ്. ആ രീതിയിലാണ് അവർ യൂറോപ്യൻ യൂണിയൻസിനെ ലീഡേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്നത്. പ്രൈം മിനിസ്റ്റർ മോദി മാത്രമേ ഉള്ളൂ അദ്ദേഹം ഇപ്പോഴും എന്തെങ്കിലും ഒരു റെസ്പെക്ട് കാണിക്കുന്നത്. ഇപ്പോഴും മോദി ഈസ് എ ഡിയർ ഫ്രണ്ട്, അല്ലെങ്കിൽ മോദി ഈസ് എ ടഫ് ലീഡർ, മോദി ഈസ് എ നൈസ് മാൻ എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് പറയുന്നത്. പക്ഷെ ഇന്ത്യയുടെ ടാരിഫ് ശരിയല്ല, ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്നത് ശരിയല്ല എന്നുള്ളത് അത് അദ്ദേഹം കൂടെ ചേർത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ പ്രശ്നം നമ്മൾ അദ്ദേഹത്തിന് ഒരു ഫ്രണ്ടായിട്ട് കണ്ടോ എന്നൊന്നുമല്ല. പ്രശ്നം ഡൊണാൾഡ് ട്രംപിന്റെ അദ്ദേഹം തന്നെ ഒരു മാവറിക് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ്. ഇന്ന് പറയുന്നതല്ല നാളെ ചെയ്യുന്നത്, നാളെ പറയുന്നതല്ല മറ്റന്നാൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചിലപ്പം ശ്രീ അനിൽ അടുത്ത ഒരു ഡിബേറ്റ് വരുമ്പം ഈ പ്രശ്നങ്ങളെല്ലാം പരിഹാരം ഡൊണാൾഡ് ട്രംപിന് പറഞ്ഞു, ഇന്ത്യയും നമ്മളുള്ള എല്ലാ പരിഹാരം ഞങ്ങൾ സോർട്ട് ഔട്ട് ചെയ്തു, ടാരിഫ് ഇഷ്യൂസ് ഒക്കെ സോർട്ട് ഔട്ട് ആയി, ഒരു പ്രശ്നമില്ല, നമ്മൾ വീണ്ടും നല്ലൊരു ഫ്രണ്ട്സ് എന്നുള്ള രീതിയിലേക്ക് ചിലപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ അദ്ദേഹം മാറും. അപ്പൊ അങ്ങനത്തെ ഉള്ളൊരു എന്താ പറയുക, അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു ബന്ധം വളരെ സ്ട്രോങ് ആയിട്ട് പോകുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ചൈനയെ വിശ്വസിച്ചുകൊണ്ടല്ല പോകുന്നത്. നമുക്ക് നമ്മുടെ താല്പര്യം ഇപ്പം സംരക്ഷിക്കാൻ എങ്ങനെയാണെന്ന് നന്നായിട്ട് അറിയാം. ഞാൻ ചൈനീസുമായിട്ട് നേരിട്ട് അവരുമായിട്ട് ബോർഡറിൽ നേരിട്ടൊരാളെന്നുള്ള നിലയിൽ അവർക്ക് ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ചൈനീസ് സ്ട്രെങ്തിനെ റെസ്പെക്ട് കൊടുക്കും, ശക്തിയെ അവര് ബഹുമാനിക്കും. അപ്പൊ ഇന്ത്യ ഇന്ന് അവിടെ പോയിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയെ അവർ ബഹുമാനിക്കുന്നെങ്കിൽ അത് ശക്തി എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ്. അതുകൊണ്ടാണ് ശ്രീ അനിലിന് അറിയാം, ഇന്നലെ പ്രൈം മിനിസ്റ്റർ മോദി അവിടെ ചെന്നപ്പം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി പോളിറ്റ് ബ്യൂറോ 7 അംഗങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന്റെ ഒരു അംഗം ഏറ്റവും അടുപ്പം ഷീ ജിൻപിങ്ങുമായിട്ട് ഏറ്റവും അടുത്തുള്ള ഒരാൾ പോലും പ്രൈം മിനിസ്റ്റർ മോദിയായിട്ട് ചർച്ച ചെയ്തു. കാരണം എന്താണ്, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോലും അറിയാം ഇന്ന് ഭാരതത്തിന്റെ കൂടെ നിർത്തണമെന്ന്. അപ്പൊ എന്തുകൊണ്ടാണ് നടന്നത്? അത് നമ്മൾ ഒരു സ്ട്രെങ്ത്തിൽ നിൽക്കുന്നുണ്ടാണ്. നമ്മൾ വീക്ക് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഷാബാസ് ഷെരീഫിന്റെ പോലെ നമ്മളവിടെ സൈഡിൽ നിന്നാണ്. നമ്മൾ പവർഫുൾ ആയിട്ടുണ്ട്, നമ്മൾ വളരുന്നുകൊണ്ടാണ് ഇന്ന് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ആ രീതിയിലുള്ള സ്വീകരണം കിട്ടുന്നത്. പ്രസിഡന്റ് ഷീ ജിൻപിങ് ആയാലും ശരി, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും ശരി. അതാണ് ആലോചിക്കുക അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. നേരത്തെ അവിടെ പാർട്ടിയാണല്ലോ എല്ലാം പ്രധാനം. അപ്പൊ ആ പാർട്ടി പോലും മുൻകൈ എടുത്ത് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഇവിടെയും നമ്മുടെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണ് അതിനെ സപ്പോർട്ട് ചെയ്തത്? കാരണം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടുത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അവർക്ക് വേറെ നിവർത്തിയില്ല. അതുകൊണ്ടാണ് ശ്രീ എം എ ബേബി പറഞ്ഞത് ഈ ഒരു കാര്യത്തിൽ വളരെ, അതായത് അദ്ദേഹത്തിന്റെ വേർഡ്സ് തന്നെ ഞാൻ കടമെടുക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞു, സാമാന്യ ബോധ്യമുള്ള എല്ലാവർക്കും അറിയാം ഇന്ത്യയും ചൈനയും കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നല്ലതാണെന്നാണ് അദ്ദേഹത്തിന്റെ വേർഡ്സ്. അത് പറയാൻ എന്താണ്, അവിടെ പോയി അവരുടെ ഏറ്റവും വലിയ ഐഡിയോളജി പാർട്ടി അവർ ഓക്കെ എന്ന് പറഞ്ഞ പിന്നെ ഇവർക്ക് എന്താണ് പ്രശ്നം? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ നമ്മളെല്ലാം മറന്ന് അവരെ കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിച്ചൊന്നല്ല പോകുന്നത്. നമുക്ക് നമ്മളെ കാര്യങ്ങൾ നേടാനുള്ള കഴിവുണ്ട്, അറിവുണ്ട്, അതിന് വ്യക്തമായിട്ട് പ്ലാൻ ഉണ്ട്, അത് ചെയ്യാനും അറിയാം, നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ആ ഒരു വിഷയത്തിൽ മനസ്സിലാക്കുക, ഇത്രയും ഡൊണാൾഡ് ട്രംപ് ചാടുന്നു. നേരത്തെ ലാസ്റ്റിൽ ശ്രീ അനിൽ പറഞ്ഞു, അദ്ദേഹം ധാരാളം സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അദ്ദേഹം ഫ്രസ്ട്രേറ്റഡ് ആണ്. അദ്ദേഹത്തിന്റെ ഒരു ഫ്രസ്ട്രേഷൻ എന്താണ് ഇന്ത്യയെ അല്ലെങ്കിൽ നരേന്ദ്രമോദി ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതാണ്. അദ്ദേഹം പ്രതീക്ഷിച്ചതിന്റെ നേരെ വിപരീതമായിട്ടാണ് നമ്മൾ ബിഹേവ് ചെയ്യുന്നത്. അദ്ദേഹം വിചാരിച്ച ആദ്യം നമ്മൾ പറയും, ഓക്കെ ശരി, റഷ്യയിൽ നിന്ന് ഓയിൽ നിർത്തും. ഒരു രക്ഷയില്ല. അവിടുത്തെ ജയശങ്കർ ചെന്ന് പറഞ്ഞു, ഞങ്ങൾ എവിടുന്നാണ് നമുക്ക് കിട്ടുന്നത്, ഞങ്ങൾ കൊണ്ടുവരും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ടാരിഫ് കൊടുക്കും.
അപ്പൊ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി, നിങ്ങൾക്ക് വേണം ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ജയശങ്കർ അമേരിക്കയിൽ അവിടുത്തെ പത്രപ്രവർത്തകരോട് പറഞ്ഞത്. അല്ല, അത് മാത്രമല്ല, ഇന്ന് വ്ളാഡിമിർ പുടിൻ വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഭാരതവുമായിട്ടുള്ള ബന്ധത്തിൽ മൂന്നാമതൊരു കക്ഷിയുടെ സ്വാധീനമോ ഇടപെടലോ അനുവദിക്കില്ല എന്ന് കട്ടായം പറഞ്ഞിട്ടുണ്ടല്ലോ പുടിൻ. അതെ, പുടിനും പറഞ്ഞിട്ടുണ്ട്. ഷീ ജിൻ പിങ്ങിന്റെ 2 സ്റ്റേറ്റ്മെന്റിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതാണ്, അതായത് the relation will not be looked through the prism of the third country എന്നുള്ളതാണ്. അതായത് നമ്മൾ തമ്മിലുള്ള ബന്ധമാണ്, അത് മറ്റുള്ള രാജ്യത്തിന് യാതൊരുവിധ സ്വാധീനവും കൊടുക്കാനുള്ള ഒരു സ്കോപ്പും ഇല്ല എന്നാണ് ഈ ചൈനയും പറയുന്നത്, റഷ്യയും പറയുന്നത്. അപ്പൊ അത് ആർക്ക് വേണ്ടിയാണ്? ഡൊണാൾഡ് ട്രംപിന് വേണ്ടി തന്നെയാണ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ഞങ്ങളെ താല്പര്യങ്ങൾ ഞങ്ങൾക്ക് സംരക്ഷിക്കാൻ അറിയാം, അതിനുവേണ്ടി ഞങ്ങൾ ഒരുമിച്ച് വരും എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു സന്ദേശമാണ്. ഏഷ്യയുടെ സെഞ്ചുറിയാണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിലേക്കുള്ള ഒരു സൂചന കൂടിയാണ് അത്. ഡൊണാൾഡ് ട്രംപിന്റെ കുറെ അഡ്വൈസസ് ഉണ്ട് ശ്രീ അനിൽ, അവരാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ ഒരു അപകടമായിട്ടുള്ള ഇത്. അപ്പൊ അതിനകത്ത് ഒരു മെമ്പർ, അത് പീറ്റർ നവാർണോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ശ്രീ അനിൽ കണ്ടു കാണും. അതായത് ഈ ഓയിൽ വരുന്നത്, റഷ്യയിൽ നിന്നുള്ള ഓയിൽ ഇന്ത്യയിൽ വരുന്നത് ഇന്ത്യയുടെ ബ്രാഹ്മണർക്കാണ് അത് പൈസ പോകുന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു വാദം. ഒന്ന് ആലോചിച്ച് നോക്കൂ, അദ്ദേഹത്തിന്റെ വാദം അതാണ്, ഇന്ത്യയിലെ ബ്രാഹ്മണർക്കാണ് ആ പൈസ പോകുന്നതെന്നുള്ളത്. അപ്പൊ ഞാൻ ആലോചിക്കുന്നത്, ഇത് ആരാണ് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നത്? ഇത് ആരാണ് ഈ നരേറ്റീവ് കൊടുക്കുന്നത്? ഇപ്പൊ ഇതിൽ എന്തെങ്കിലും ഒരു കോമൺ ഫാക്ടേഴ്സ് ഉണ്ടോ? എങ്ങനെയാണ് ഈ ബ്രാഹ്മണിക്കൽ ഹയറാർക്കിയും ബ്രാഹ്മണിക്കൽ സുപ്രീമസിയൊക്കെ US-ന്റെ ട്രേഡിന്റെ ചീഫിന് തലയിലൊക്കെ വരുന്നത്? അപ്പൊ ദെയർഫോർ ഒരു പ്ലാൻ ഉണ്ട്, ആ പ്ലാന്റെ ഭാഗമായിട്ടാണ് ഇവർ ഇത് ശ്രമിക്കുന്നത്. പക്ഷെ അത് ഒരു ഫലം കണ്ടില്ല, അല്ലെങ്കിൽ ഫലം കാണത്തില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.